ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് കേരള ദ ലാൻഡ് ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ എന്ന ചാപ്റ്ററാണ്. കേരള ഭൂമിയും മഴയും മനുഷ്യരും. ആദ്യത്തെ 2 പേജിൽ ഒരു മാർക്കറ്റിൽ പോകുന്നതിനെ പറ്റിയും അവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഉള്ളതിനെ പറ്റിയും ഒക്കെയാണ്. ഇപ്പോൾ എല്ലാം വെജിറ്റബിൾസ് ആയിരുന്നാലും ഗ്രോസറീസ് ആയിരുന്നാലും എല്ലാം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നതിന് പകരം എല്ലാം പുറത്താണ് കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിലായിരുന്നാലും ഒഡീസയിലായിരുന്നാലും അവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഭൂമി കൃഷി ചെയ്യാൻ അനുയോജ്യമാണോ എന്നാണ് ആദ്യത്തെ 2 പേജിൽ ഉള്ളത്. അപ്പോൾ വെജിറ്റബിൾസ് ആയിരുന്നാലും ഫ്രൂട്ട്സ് ആയിരുന്നാലും ഫ്ലവേഴ്സ് ആയിരുന്നാലും കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്, കൃഷി ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അത്യാവശ്യം? ഫെർട്ടൈൽ സോയിൽ, ഒരു നല്ല വളമുള്ള ഒരു മണ്ണുണ്ടായിരിക്കണം. ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, കൃഷി ചെയ്യാൻ വെള്ളം വേണം. മാൻ പവർ എന്താ, കൃഷി ചെയ്യാൻ ആൾക്കാർ വേണമല്ലോ. പിന്നെ എന്തൊക്കെ വേണം? അവിടെ നിങ്ങൾ പുതിയതായിട്ട് ഉള്ളതെല്ലാം ലിസ്റ്റ് ചെയ്യാനാണ്. എന്തൊക്കെ വേണം? ടൂൾസ് വേണം, പിന്നെ സീഡ്സ് വേണം കൃഷി ചെയ്യാൻ. ഇതെല്ലാം അവിടെ ആഡ് ചെയ്യുക. എ കമ്പാരിസൺ വിത്ത് അവർ നെയ്ബറിംഗ് സ്റ്റേറ്റ്. തമിഴ്നാട് ഈസ് വൺ ഓഫ് ദി ലീഡ് സപ്ലയർ ഓഫ് വെജിറ്റബിൾ, ഫ്ലവേഴ്സ് ആൻഡ് ഗ്രോസറീസ് ടു കേരള. അപ്പോൾ കേരളത്തിലേക്ക് പ്രധാനമായും അരിയും പച്ചക്കറിയും പൂക്കളും എല്ലാം നൽകുന്ന ആരാണ്? തമിഴ്നാടും ആണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും അഗ്രികൾച്ചറൽ സിറ്റുവേഷൻസ്, കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്പയർ ചെയ്യുകയാണ്. മേജർ സോയിൽ ടൈപ്സ്, പ്രധാനമായ സോയിൽസ് ഏതൊക്കെയെന്നാണ്. കേരളത്തിൽ അലൂവിയൽ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ഫോറസ്റ്റ് സോയിൽ, റെഡ് സോയിൽ മുതലായവയാണ് പ്രധാനപ്പെട്ട സോയിൽസ്. തമിഴ്നാട്ടിൽ റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, കോസ്റ്റൽ അലൂവിയം ആണ് പ്രധാനപ്പെട്ട സോയിൽസ്. അപ്പോൾ കേരളത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട സോയിലാണ് അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ പുഴയുടെയൊക്കെ തീരത്ത് കാണുന്ന സോയിലാണ് അലൂവിയൽ സോയിൽ. പിന്നെ പ്രധാനപ്പെട്ട സോയിൽസ് ഇതൊക്കെയാണ്. ലാറ്ററൈറ്റ് സോയിൽ, നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ കാണുന്ന സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. പിന്നെ ഫോറസ്റ്റ് സോയിൽ, റെഡ് സോയിൽ. തമിഴ്നാട്ടിൽ കാണുന്ന പ്രധാനപ്പെട്ട സോയിൽസ് ആണ് റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, കോസ്റ്റൽ അലൂവിയം. കോസ്റ്റൽ അലൂവിയം എന്ന് പറയുമ്പോൾ കടൽ തീരങ്ങളുടെ അടുത്ത് കാണുന്നത്. അടുത്ത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ നോക്കിയേ. കേരള തമിഴ്നാട് കമ്പാരിസൺ ആണ്. കേരളത്തിൽ ഒരു വർഷം 300 സെൻറ്റിമീറ്റർ മഴ ലഭിക്കും. എന്നാൽ തമിഴ്നാട്ടിലോ 95.9 സെൻറ്റിമീറ്റർ റെയിൻഫോൾ ആണ്, മഴയാണ് ഒരു വർഷം ലഭിക്കുന്നത്. കേരളത്തിൽ 44 റിവേഴ്സ് ഉണ്ട്, എന്നാൽ തമിഴ്നാട്ടിൽ 14 റിവേഴ്സ് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നല്ല മഴ ലഭിക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മളായിട്ട് ഇറിഗേഷൻ കൊടുക്കേണ്ട അത്യാവശ്യമല്ല. നമ്മളായിട്ട് അത് കൃഷി ചെയ്യുന്നിടത്ത് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമല്ല. എന്നാൽ തമിഴ്നാട്ടിൽ അത്ര മഴ ലഭിക്കാത്തതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഇറിഗേഷൻ ഫെസിലിറ്റീസ് അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട് പാടത്തൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, അവിടെയെല്ലാം ഇറിഗേഷനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെയെല്ലാം വെള്ളം എത്തിക്കുന്നതിന് ഓരോരോ മാർഗ്ഗങ്ങളുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേ തരത്തിലുള്ള സോയിൽസാണ്, ഏകദേശം ഒരേ തരത്തിലുള്ള സോയിൽസാണ്. എന്നാലും അലൂവിയൽ സോയിൽ, കേരളത്തിൽ കാണുന്ന അലൂവിയൽ സോയിലാണ് കൃഷി ചെയ്യാൻ ഏറ്റവും ബെറ്റർ. കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പച്ചക്കറിയും പൂക്കളും എല്ലാം വാങ്ങാൻ തമിഴ്നാട്ടിൻ്റെ സഹായമാണ് തേടേണ്ടി വരുന്നത്? കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഒത്തിരി കുറവാണ്. Aren't you convinced that Kerala is suitable for agriculture practices? കൃഷി ചെയ്യാൻ ഏറ്റവും ബെറ്റർ കേരളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ. എന്നിട്ടും we used to utilize these favorable conditions as well. പണ്ടെല്ലാം നമ്മൾ ഈ കണ്ടീഷൻസ് എല്ലാം ഉപയോഗിച്ച്, നല്ല മഴയും നല്ല മണ്ണും എന്നെല്ലാം ഉപയോഗിച്ച് നല്ല കൃഷി ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതല്ല സിറ്റുവേഷൻ. നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് തമിഴ്നാട്ടിനെയും മറ്റ് സംസ്ഥാനങ്ങളെയാണ്. കേരളത്തിലെ മണ്ണ് എന്തിനെല്ലാം ഫേവറബിളാണ്, എന്തിനെല്ലാം അനുയോജ്യമാണ്? തെങ്ങ്, നെല്ല്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേന, കാച്ചിൽ മുതലായവയ്ക്കെല്ലാം സ്യൂട്ടബിൾ ആണ് കേരളത്തിലെ മണ്ണ്. പിന്നെ എന്തിനൊക്കെ? സ്പൈസസിന് വേണ്ടി. നമ്മൾ ലാൻഡ് ഓഫ് സ്പൈസസ്, കേരളത്തിന് സ്പൈസസിൻ്റെ നാട് എന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്പൈസസ് ആയിട്ടുള്ള പെപ്പർ, ജിഞ്ചർ, കാർഡമൻ, അതായത് കുരുമുളക്, ഇഞ്ചി, ഏലക്ക തുടങ്ങിയവയ്ക്കെല്ലാം ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലാൻഡാണ് കേരളത്തിൻ്റെത്. ദ ഫിസിയോഗ്രഫിക് ഡൈവേഴ്സിറ്റി ആൻഡ് അഗ്രികൾച്ചർ ഇൻ കേരള. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ എങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്യാമെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോ ലാൻഡ് എന്ന് ഡിവൈഡ് ചെയ്യും. എന്തിൻ്റെ ബേസിലാണ്? ഓൾട്ടിറ്റ്യൂഡിൻ്റെ ബേസിൽ. ഉയരം ആണ് ഓൾട്ടിറ്റ്യൂഡ്.
The crops cultivated in each of these physiographic units have certain peculiar features. ഈ ഹൈലാൻഡിലും മിഡ്ലാൻഡിലും ലോലാൻഡിലും പലതരത്തിലുള്ള കൃഷികളാണുള്ളത്. അതിനെല്ലാം ഓരോ പ്രത്യേകതകളും ഉണ്ട്. Our physiography is suitable for the cultivation of a variety of crops. ഇപ്പോൾ നമ്മുടെ ഭൂപ്രകൃതി പലതരത്തിലുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പലതരം കൃഷിക്ക് അനുയോജ്യമാണ്. ഇപ്പോൾ നോക്കിയേ, ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. കേരളത്തിനെ ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യെല്ലോ കളറാണ് ലോലാൻഡ്, ഗ്രീൻ കളറാണ് മിഡ്ലാൻഡ്, ബ്രൗൺ കളറാണ് ഹൈലാൻഡ്. അടുത്ത ഹൈലാൻഡിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കേണ്ടത്. റെയിൻ, മിസ്റ്റ് ആൻഡ് കൂൾ വെതർ പ്രിവെയിൽ ഇൻ അവർ ഈസ്റ്റേൺ ഹൈലാൻഡ്. കിഴക്കൻ ഹൈലാൻഡ് മേഖലകളിൽ കൂടുതലായി മഴയും മഞ്ഞും തണുപ്പും കാണപ്പെടുന്നു. ഈ റീജിയൻസ്, അതായത് ഈ പ്രദേശങ്ങൾ സഹ്യദരി മൗണ്ടൻ റേഞ്ചസിൻ്റെ ഭാഗമാണ്. ദിസ് പിക്ചർ ഷോസ് കാർഡമൻ ആൻഡ് ടീ. ഏലവും തേയിലയുമാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതലായി കൃഷി ചെയ്യുന്നതെന്നാണ് ഈ പിക്ചേഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി എന്തൊക്കെയാണ് ഹൈലാൻഡ് മേഖലകളുടെ പ്രത്യേകതകൾ? ടെമ്പറേച്ചർ ബിലോ 30 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ, താപനില 30 ഡിഗ്രി സെൽഷ്യസിലും കുറവായിരിക്കും. അബണ്ടൻറ്റ് റെയിൻഫോൾ, നല്ല മഴ ലഭിച്ചിരിക്കും. വെൽ ഡ്രെയിൻഡ് സോയിൽ, നല്ല നനഞ്ഞ മണ്ണുകളായിരിക്കും. മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നല്ല നനഞ്ഞ മണ്ണുകളായിരിക്കും. Here the climate is favorable for the growth of tea, coffee and spice crops like cardamom, pepper, ginger and turmeric. ഈ പ്രദേശങ്ങൾ ഏതിൻ്റെയൊക്കെ കൃഷിക്കാണ് മികച്ചത്? ടീ, അതായത് തേയില, കോഫി, ഏലം, പെപ്പർ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ മുതലായവയുടെ കൃഷിക്ക് ഏറ്റവും നല്ല മേഖലയാണ് ഹൈലാൻഡ് റീജിയൻ. ഹിസ്റ്ററി ടെൽസ് us that it is the fame of these spice crops that made Kerala the favorite destination of foreigners. വിദേശികളെല്ലാം കൂടുതലായി കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചതും ഈ സ്പൈസസ് എല്ലാം, ഈ സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം കണ്ടിട്ടാണ്. But the changes in climate of Kerala and land use have affected the agriculture production in this region. എന്നാൽ കാലാവസ്ഥയിലുണ്ടായ മാറ്റം ഈ കൃഷികളെയെല്ലാം വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അടുത്ത ആരാ? ജോൺ ജോസഫ് മുർഫിയെ പറ്റിയുണ്ട്. ഇദ്ദേഹത്തിന് ഫാദർ ഓഫ് റബ്ബർ കൾട്ടിവേഷൻ കേരള എന്നാണ് അറിയപ്പെടുന്നത്. റബ്ബർ കൾട്ടിവേഷൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മുർഫി. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് മിഡ്ലാൻഡിനെ പറ്റിയാണ്. മിഡ്ലാൻഡ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ലോലാൻഡ് ആൻഡ് ഹൈലാൻഡ്. ദിസ് റീജിയൻ ഇൻ കേരള ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ക്രോപ്സ്. മിഡ്ലാൻഡ് റീജിയൻ എന്നത് ഹൈലാൻഡിനും ലോലാൻഡിൻ്റെയും ഇടയ്ക്കാണ് കാണുന്നത്. ദിസ് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ക്രോപ്പ്. ഏറ്റവും വ്യത്യസ്തമായ ക്രോപ്സ് കാണപ്പെടുന്നത് ഈ റീജിയനിലാണ്, മിഡ്ലാൻഡിലാണ്. സെറിയൽസ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ് എക്സെട്ര ആർ പാർട്ട് ഓഫ് ദിസ് ഡൈവേഴ്സിറ്റി. ധാന്യങ്ങളും പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം കൂടുതലായി കാണുന്നത് ഈ പ്രദേശങ്ങളിലാണ്. ഈ ഫിഗർ എല്ലാം നോക്കിയിട്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃഷികളെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ റബ്ബർ എല്ലാം കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് മിഡ്ലാൻഡ് റീജിയനിലാണ്. Abundant rainfall, moderately thick layers of alluvial soil in the river basin and laterite soil along the hilly tracts are the favorable geographical factors for the crop diversity in Midland region. മിഡ്ലാൻഡ് റീജിയനിലെ പലതരം ക്രോപ്പ് ഡൈവേഴ്സിറ്റി, വ്യത്യസ്തമാർന്ന ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? അബണ്ടൻറ്റ് റെയിൻഫോൾ, നല്ല മഴ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല മോഡറേറ്റ്ലി തിക്ക് ലെയേഴ്സ് ഓഫ് അലൂവിയൽ സോയിൽ ഇൻ ദ റിവർ ബേസിൻസ്. നദിയുടെ കരകളിലൊക്കെ നല്ല തിക്ക് ലെയറായിട്ടുള്ള, ഒരു മോഡറേറ്റ്ലി തിക്ക് ലെയറായിട്ടുള്ള അലൂവിയൽ സോയിലുണ്ട്. എന്നാൽ ഹില്ലി ട്രാക്ട്സിൽ, മലനിരകളിൽ കാണുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ഇതെല്ലാം ഒരുപാട് കൃഷികൾ, പല തരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നതിന് മിഡ്ലാൻഡ് റീജിയനെ സ്യൂട്ടബിൾ ആക്കുന്നു. ഇത് ഏറ്റവും നന്നായി ഇവിടെ വളരുന്ന എന്താണ്? റബ്ബറാണ്. വിച്ച് ഈസ് എ ചീഫ് കൊമേഴ്ഷ്യൽ ക്രോപ്പ് ഓഫ് കേരള. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിയാണല്ലോ റബ്ബർ. 20th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ കൂടുതലായിട്ടും ഇവിടെ റബ്ബറാണ് കൃഷി ചെയ്തിരുന്നത്. അതിന് മുൻപ് ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് ചേന, ചേമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായവയാണ്. പ്ലാന്റെയിൻ കൾട്ടിവേഷൻ വാസ് ഓൾസോ പ്രോമിനൻറ്റ്. പിന്നെ ഇവിടെ വാഴ കൃഷിയും കൂടുതലായി ഉണ്ടായിരുന്നു. ബട്ട് ദ ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഇൻ ദ മിഡ്ലാൻഡ് ഈസ് വാസ് ഗിവിംഗ് വേ ടു റബ്ബർ. ഈവൻ സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് ആർ നൗ യൂസ്ഡ് ഫോർ റബ്ബർ കൾട്ടിവേഷൻ. ഒരു ചെറിയ ഭൂമി ഉണ്ടായിരുന്നാൽ പോലും മിഡ്ലാൻഡ് റീജിയനിൽ അതിപ്പോൾ റബ്ബറിൻ്റെ കൃഷിക്കാണ് ഉപയോഗിക്കുന്നത്. വൺസ് പ്ലാന്റഡ് ദ റബ്ബർ ക്രോപ്പ് ഹാസ് എ മെറിറ്റ് ഓഫ് ലോങ് ലാസ്റ്റിംഗ് yield. അപ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ റബ്ബർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, റബ്ബർ ഒരു തവണ നട്ടാൽ ഒരുപാട് നാളത്തേക്ക് അതിൽ നിന്ന് നമുക്ക് പല ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ കർഷകർ പോലും കൂടുതലും റബ്ബർ പ്രിഫർ ചെയ്യുന്നത്.
അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോലാൻഡിനെ പറ്റിയാണ്. ലോലാൻഡ് ലൈസ് ക്ലോസ് ടു ദ സീ ലെവൽ. ലോലാൻഡ് കടലിനോട് ചേർന്ന പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഡിപ്പോസിറ്റ്സ് ഓഫ് അലൂവിയൽ സോയിൽ ഇൻ ദ ലോലാൻഡ് ആർ ഐഡിയൽ ഫോർ പാഡി കൾട്ടിവേഷൻ ആൻഡ് സലൈൻ അലൂവിയൽ സോയിൽ അലോങ് ദ കോസ്റ്റൽ സ്ട്രെച്ചസ് ഫോർ കോക്കനട്ട് ട്രീസ്. ഇപ്പോൾ ലോലാൻഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നെൽകൃഷിക്കും അതുപോലെ തന്നെ കടലിനോട് ചേർന്ന് സലൈൻ അലൂവിയൽ സോയിലുള്ള പ്രദേശങ്ങൾ കോക്കനട്ട് ട്രീസിൻ്റെ കൾട്ടിവേറ്റിന് തെങ്ങ് കൃഷിക്കുമാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സച്ച് റീജിയൻസ് വെയർ ദീസ് ക്രോപ്സ് വെയർ വൺസ് വൈഡ്ലി കൾട്ടിവേറ്റഡ് ഗ്രാജുവലി ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ടു സെറ്റിൽമെൻറ്റ്സ്. ഇങ്ങനെയുള്ള ഒരുപാട് പാടങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാതെല്ലാം ഓരോ ബിൽഡിങ്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃഷിയെല്ലാം വളരെ കുറവാണ് ഈ റീജിയൻസിൽ. ദ ഹൈക്ക് ഇൻ ദ പ്രൈസ് ഓഫ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ലേബർ മെയ്ഡ് അഗ്രികൾച്ചർ ലെസ് പ്രോഫിറ്റബിൾ. സീഡ്സിൻ്റെ വില കൂടുതലും, അതായത് വിത്തിൻ്റെ വില കൂടുതലും, വളത്തിൻ്റെ വിലക്കയറ്റവും അതുപോലെ തന്നെ കൂലി ചെയ്യുന്ന ജോലിക്കാരുടെ കൂലി വർധനവുമെല്ലാം അഗ്രികൾച്ചർ കൂടുതൽ ലെസ് പ്രോഫിറ്റബിൾ ആക്കി മാറ്റി. ഇതെല്ലാം കൃഷിയെ ലെസ് പ്രോഫിറ്റബിൾ ആക്കി. ലെസ് പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കുറച്ചു. ആസ് എ റിസൾട്ട് ദ ഫാമേഴ്സ് വെയർ ഫോഴ്സ്ഡ് ടു സ്വിച്ച് ടു അതർ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതുകൊണ്ടെല്ലാം കർഷകരെല്ലാം മറ്റു പല ജോലികളും ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. കേരളത്തിൻ്റെ സംസ്കാരം തന്നെ കൃഷിയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. കേരള വാസ് ദ സെൻറ്റർ ഓഫ് ആൻ അഗ്രേറിയൻ കൾച്ചർ. എന്നാൽ ഇപ്പോൾ കൃഷിയിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പണ്ടൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട പല പഴഞ്ചൊല്ലുകളും ഉണ്ടായിരുന്നു. കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീനക്കന്നിനോളം. ഇങ്ങനെ തുടങ്ങിയ പല പഴഞ്ചൊല്ലുകളും പണ്ട് നിത്യേന ഉപയോഗിച്ചിരുന്നു. അത് കൃഷിയായിട്ട് മനുഷ്യരുടെ അടുപ്പമാണ് സൂചിപ്പിക്കുന്നത്. കൃഷിയിൽ നിന്ന് മനുഷ്യൻ എത്രത്തോളം അകന്നു പോയി എന്ന് കാണിക്കുന്ന ഒരു ടേബിളാണിത്. പാഡിയുടെ കൾട്ടിവേഷൻ 1961 പാഡി 7.5 ലാക്ക് ഹെക്ടേഴ്സ് ലാൻഡിൽ കൃഷി ചെയ്തിരുന്നു. എന്നാൽ 1987 ആയപ്പോൾ അത് 6.04 ലാക്ക് ഹെക്ടേഴ്സിലേക്ക് ചുരുങ്ങി. 2011 ആയപ്പോൾ വെറും 2.08 ലാക്ക് ഹെക്ടേഴ്സ് ലാൻഡിലേക്ക് പാഡി കൾട്ടിവേഷൻ ചുരുങ്ങി. അതുപോലെ തന്നെ ടപ്പിയോക്കയുടെ കൃഷിയും കുറഞ്ഞു വന്നതായിട്ട് മനസ്സിലാക്കാം. എന്നാൽ കോക്കനട്ട്, റബ്ബർ ഇത് രണ്ടും കൂടുതൽ ഏരിയാസിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. കൂടുതൽ ലാൻഡിലേക്ക് കോക്കനട്ടും തേങ്ങയും റബ്ബർ കൃഷിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, മാറുന്ന ജീവിത ശൈലി. അവർ എൽഡർ ജനറേഷൻ വർക്ക്ഡ് ഹാർഡർ ഇൻ ഫാംസ് ആൻഡ് ഫീൽഡ്സ്. നമ്മുടെ മുന്നത്തെ തലമുറ ഒത്തിരി കൃഷി ചെയ്തിരുന്നു. എംപ്ലോയ്മെൻറ്റ് ഏരിയാസ് ഡെവലപ്ഡ്. ദ ന്യൂ ജനറേഷൻ അഫിനിറ്റി ടുവേർഡ് അഗ്രികൾച്ചർ ഡിക്ലൈൻ. മറ്റ് ജോലികളെല്ലാം പുതുതായി വന്നപ്പോൾ എന്തുപറ്റി? കൃഷിയോടുള്ള മനുഷ്യൻ്റെ താല്പര്യം കുറഞ്ഞു വന്നു. ആസ് ദി സെക്ടേഴ്സ് ഓഫേർഡ് ബെറ്റർ റിട്ടേൺസ് അഗ്രികൾച്ചർ ഗോട്ട് നിഗ്ലക്റ്റഡ്. മറ്റ് ജോലിയിൽ നിന്നെല്ലാം ഒരുപാട് ലാഭം ലഭിച്ചപ്പോൾ കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞുപോയി. കൃഷിയെല്ലാം മനുഷ്യർ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. കേരളൈറ്റ് സ്ലോലി ഷിഫ്റ്റഡ് ഫ്രം അഗ്രികൾച്ചർ വിച്ച് ജനറലി ഡിമാൻഡ്സ് മോർ ഫിസിക്കൽ എക്സേർഷൻ. ദിസ് കോസ്റ്റ് മെനി ചേഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ. കൃഷിയിൽ നിന്ന് മാറി മറ്റ് ജോലികൾ ചെയ്തപ്പോൾ ഒരു ഫിസിക്കൽ എഫേർട്ട് കുറഞ്ഞു. അതായത് കൃഷി എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനം വേണ്ടി വരുന്ന ഒരു ജോലിയായിരുന്നു. എന്നാൽ മറ്റ് ജോലി കുറച്ചുകൂടെ എളുപ്പമുള്ള ജോലികളായപ്പോൾ അതിനോടനുബന്ധിച്ച് വ്യായാമം ഇല്ലാത്തതിനാൽ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് മനുഷ്യന് വന്നു. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ടായി. ജീവിതശൈലിയിലുള്ള ഈ വ്യത്യാസമാണ് പല അസുഖങ്ങൾക്കും കാരണമായി തീർന്നതെന്നാണ് പറയപ്പെടുന്നത്. ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ്, ഡയബറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം കാരണമായി തീർന്നു എന്ന് പറയുന്നത് ഈ ലൈഫ് സ്റ്റൈലുള്ള ഡിഫറൻസാണ്, ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. ഗ്രാമങ്ങളിൽ താമസിച്ചവർ പെട്ടെന്ന് സിറ്റിയിലേക്ക് മാറിയപ്പോൾ അവർക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള സിസ്റ്റം കൂടുതൽ ഡിഫിക്കൽട്ടായി. വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാലിന്യ സംസ്കരണം ചെയ്യുന്നതിനുള്ള മാർഗ്ഗങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായി. മാലിന്യം സംസ്കരിക്കേണ്ട മാർഗ്ഗങ്ങൾ വില്ലേജിലായിരുന്നാൽ പോലും ഗ്രാമങ്ങളിലായിരുന്നാൽ പോലും ബുദ്ധിമുട്ടുള്ളതാണ്. It is high time we prepared and execute plans to transform biodegradable waste generated at home into organic manure. This can be used in our vegetable gardens and farms. പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന വേസ്റ്റ്, അതാണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ്. അതിനെല്ലാം നമുക്ക് വളമായിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വെജിറ്റബിൾസിൻ്റെയൊക്കെ വേസ്റ്റിനെ എടുത്ത് വളമായിട്ട് അടുത്ത് കൾട്ടിവേറ്റ് ചെയ്ത് അടുത്ത് നമ്മൾ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസിലൊക്കെ ഇടാനായിട്ട് പറ്റും. ടുഡേ ദെയർ ആർ മെനി വേസ് ടു ട്രീറ്റ് വേസ്റ്റ് വിത്തൗട്ട് ദ സ്റ്റെഞ്ച്. ദ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ജനറേറ്റഡ് ഹോം ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് വെർമി കമ്പോസ്റ്റ്. ഇപ്പോൾ ജൈവ മാലിന്യങ്ങളെല്ലാം വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. വെർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിര ഉപയോഗിച്ചുണ്ടാക്കുന്ന വളത്തിനെയാണ് വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത്.
പിന്നെ ബയോഡീഗ്രേഡബിൾ വേസ്റ്റിൽ നിന്ന് ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കി ബയോഗ്യാസ് എല്ലാം വീട്ടിലെ അല്ലെങ്കിൽ ഓഫീസിലെ ആയിരുന്നാലും സ്കൂളിലെ ആയിരുന്നാലും പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അടുത്ത നിങ്ങളുടെ പ്രായത്തിലുള്ള ഓരോ കുട്ടികൾ ചെയ്ത കൃഷിയെ പറ്റിയാണ്. എന്താണ് പെയിൻറ്റ് ബക്കറ്റിലായിരുന്നാൽ പോലും കൃഷി ചെയ്ത കുട്ടികളെക്കുറിച്ചുള്ള ന്യൂസ് കട്ടിങ്സ് ആണ് ആ 3 ന്യൂസ് കട്ടിങ്സ്. അടുത്ത് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് പോസിബിലിറ്റി. ഇപ്പോൾ നമ്മളെപ്പോഴും പറയും നമുക്ക് ഭൂമിയില്ല അതുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ. എന്നാൽ വൈ ക്രൈ ഫോർ ലാൻഡ്, എന്തിനാണ് നമുക്ക് ഒരുപാട് ഭൂമി വേണം കൃഷി ചെയ്യാൻ എന്ന് പറയുന്നത്? നമുക്ക് മറ്റു പല മാർഗ്ഗങ്ങളുമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു കൾട്ടിവേറ്റ് ബട്ട് നോ ലാൻഡ്. എനിക്ക് കൃഷി ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഭൂമിയില്ല. അങ്ങനെ നിങ്ങളിൽ പലരും പറയും. ദിസ് ഈസ് വൺ ഓഫ് ദ ഫ്രീക്വൻറ്റ് കംപ്ലയിൻറ്റ്സ് അമംഗ് അർബൻ ഡ്വെല്ലേഴ്സ്. നഗരങ്ങൾ താമസിക്കുന്ന ജനങ്ങൾ കൂടുതൽ പറയുന്നത് ഇതാണ്, ഹൈഡ്രോപോണിക്സ് ഈസ് എ സൊല്യൂഷൻ. അപ്പോൾ എനിക്ക് സ്ഥലമില്ല അതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്കുള്ള സൊല്യൂഷനാണ് ഹൈഡ്രോപോണിക്സ്. ഹിയർ ദ റിക്വയർഡ് ന്യൂട്രിയൻസ് ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഗിവൻ ടു ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യമായ ന്യൂട്രിയൻസും മിനറൽസും എല്ലാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് വെള്ളമാണ് മണ്ണിന് പകരം കൊടുക്കുന്നത്. ചകിരിയും അങ്ങിയും എല്ലാം ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ വിത്ത് ലിറ്റിൽ സ്പേസ് അവൈലബിൾ. അപ്പോൾ വെർട്ടിക്കലായിട്ട് വളരുന്ന പ്ലാന്റ്സിനെല്ലാം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഉപയോഗിക്കാം. ഒരു ബാമ്പൂൻ്റെയോ എന്തെങ്കിലും 4 കമ്പുകൾ കുത്തിയിട്ട് അതിൽ നെറ്റ് വെച്ച് കവർ ചെയ്യുക, അതിനകത്ത് കൃഷി ചെയ്യാം. പൾസസ്, ബിറ്റ് ഗോഡ് എല്ലാം നമ്മളിതിനകത്ത് കൃഷി ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം വെർട്ടിക്കലി വളരും, നേരെ വളരും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം ഈ 2 മെത്തേഡ് ഉപയോഗിച്ച് കൃഷി ചെയ്യാനായിട്ട് ആവശ്യമില്ല. അടുത്ത മിസ്റ്റർ തോമസിൻ്റെ ഒരു കൃഷിരീതിയെ പറ്റിയാണ്. പശുവിൻ്റെ ചാണകവും മൂത്രവും പാഡി ഫീൽഡിൽ നിന്നെടുത്ത നെൽകൃഷി ചെയ്ത സ്ഥലത്ത് നിന്നെടുത്ത കുറച്ച് മണ്ണും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നെൽകൃഷി ചെയ്യുന്ന തന്നെ പാടത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിളവ് കൂടുതലായിരിക്കും. 1 ഏക്കറിൽ 2.5 ടൺ റൈസ് കിട്ടുന്നതിന് പകരം മിസ്റ്റർ തോമസിന് 3 ടൺ റൈസാണ് കിട്ടിയത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് 15 ദിവസം ഇടവിട്ടാണ്. അപ്പോൾ നമുക്കും വേണമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കൃഷി രീതികളെല്ലാം ചെയ്ത് നോക്കാം. അടുത്ത് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സിനെ പറ്റിയാണ്. ഗവൺമെൻറ് കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത ഓരോ പ്രോഗ്രാംസാണ് VFPCK എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്തിനു വേണ്ടിയാണ്? ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളും സ്പൈസസും മഷ്റൂംസും അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സും എല്ലാം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. അതുപോലെ തന്നെ തേൻ കൃഷി ചെയ്യാനായിട്ട് ബീ കീപ്പിങ്ങും ഹോർട്ടിക്കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, കുടുംബശ്രീ മിഷൻ ആൻഡ് സെവറൽ അതർ ഏജൻസീസ് ഹെൽപ്പ് ദ ഗവൺമെൻറ് പ്രൊമോട്ടിങ് അഗ്രികൾച്ചർ. അപ്പോൾ ഗവൺമെൻറ്റിന് കൃഷി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, കൃഷി വകുപ്പും അതുപോലെ തന്നെ കുടുംബശ്രീ മിഷനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ അഗ്രികൾച്ചർ ടെക്നിക്സ് എന്ന് നോക്കാം. ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ഹൗസിനുള്ളിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. വളരെ തണുത്ത മേഖലകളിലാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് കൂടുതലായി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്ലാസ് റൂഫ്ഡ് റൂംസിനെയാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഗ്ലാസ് വെച്ചിട്ട് റൂഫ് ചെയ്യപ്പെട്ട റൂംസ്, അതിൻ്റെ മേൽക്കൂര ഗ്ലാസ് വെച്ചിട്ടായിരിക്കും ചെയ്തേക്കുക. അപ്പോൾ ഈ ഗ്ലാസ് ഈ അകത്തുള്ള ഈ വെജിറ്റബിൾസിനെല്ലാം കുറച്ചുകൂടി ചൂട് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ തണുപ്പിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. അടുത്ത precision farming എന്താണെന്നാണ്. It's a method of giving adequate care for each crop and soil type precisely at different stages. Any region having ample sunlight and well-drained soil is suitable for precision farming. ഓരോ സോയിൽ ടൈപ്പിനും ഓരോ പ്ലാന്റിനും സോയിൽ ടൈപ്പിനും ഒക്കെ അനുസരിച്ച് കെയർ, അതായത് വാട്ടറും വളവും എല്ലാം കൊടുത്ത് ചെയ്യുന്ന ഒരു കൃഷിരീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. ഒരിത്തിരി സൺലൈറ്റ് ഉള്ള വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിലുള്ള, വെൽ ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നനഞ്ഞ മണ്ണുള്ള ഏത് സോയിലും നമുക്ക് പ്രിസിഷൻ ഫാമിംഗ്. അടുത്ത് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സിന് കൊടുക്കത്തില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാന്യൂർ വളവും കൂടി പ്ലാന്റ്സിന് കൊടുക്കുന്നു. അതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ രൂപത്തിലാണ് വളം കൊടുക്കുന്നത് പ്ലാന്റ്സിന്, അതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇറിഗേഷൻ എന്ന ടേമിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നില്ല ഫെർട്ടിഗേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഗിവിങ് വാട്ടർ ആൻഡ് മാന്യൂർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. ഓരോ വെള്ള തുള്ളികളായിട്ട് കൊടുക്കുന്നതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ആസ് എ കെമിക്കൽ ഫെർട്ടിലൈസ് യൂസ്ഡ് ആർ കംപ്ലീറ്റ്ലി സോൾബിൾ ഇൻ വാട്ടർ.
നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസർ എല്ലാം ഈ വെള്ളത്തിൽ കംപ്ലീറ്റ്ലി അലിഞ്ഞ് ചേരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മെത്തേഡ് വെള്ളത്തിൽ കൂടെ കൊടുക്കാനായിട്ട് പറ്റുന്നത്. ദ പ്ലാന്റ്സ് ക്യാൻ ഫാസ്റ്റ് അബ്സോർബ് ഇറ്റ്. അപ്പോൾ വെള്ളമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ്സിന് വേഗം അതിനെ അബ്സോർബ് ചെയ്യാനും പറ്റും. അടുത്തെന്താണ്? ചിങ്ങം 1 ഈസ് ഫാമേഴ്സ് ഡേ. ഫാമേഴ്സ് ഡേ എന്നാണ് ചിങ്ങം 1. ഗ്രീൻ കേരള. ദ ഫിസിയോളജി, സോയിൽ ആൻഡ് ക്ലൈമറ്റ് ഓഫ് കേരള ആർ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, കേരളത്തിൻ്റെ കാലാവസ്ഥയായിരുന്നാലും മണ്ണായിരുന്നാലും എല്ലാം കൃഷിക്ക് അനുയോജ്യമാണ്. വി കേരളീസ് ഹാവ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ ഇൻ ടു വൺ ദാറ്റ് യൂട്ടിലൈസ് ദിസ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറി കൃഷികളെല്ലാം അഡോപ്റ്റ് ചെയ്യുക. ഈച്ച് ഫാമിലി കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾ ഇൻ ദിയർ കോർട്ട്യാർഡ് ഫോർ ദിയർ need. The vegetable record for the noon meal program in school are grown in school compound itself. അപ്പോൾ നമുക്ക് വീട്ടിൽ വേണ്ട പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യണം. അതുപോലെ സ്കൂളിൽ വേണ്ട പച്ചക്കറി സ്കൂളിൽ കൃഷി ചെയ്യണം. അങ്ങനെ വിഷവിമുക്തമായ പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആസ് ദ പീപ്പിൾസ് വർക്ക് ഹാർഡ് ഇൻ ഫീൽഡ്സ് ആൻഡ് ഫാംസ് ദേ ഡോണ്ട് ഹാവ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൃഷിയെല്ലാം ചെയ്താൽ, അധ്വാനിച്ചാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ജീവിതശൈലി രോഗങ്ങൾ വരാതെ നോക്കാം. വി നീഡ് സച്ച് എ ടുമാറോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു നാളെയാണ് വേണ്ടത്. വി ക്യാൻ അച്ചീവ് ദിസ് വിത്ത് ഈസ്. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗ്രീൻ ഹൗസ് ഫാമിംഗ്, പ്രെസിഷൻ ഫാമിംഗ്, അതെല്ലാം നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് പല കൃഷി രീതികളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.